അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് നിന്റെ ദീനിനു വേണ്ടി പകലുകൾ ഓടി ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും പരിശുദ്ധ ദീന പറയാൻ സമയം കണ്ടെത്തിയ ഞങ്ങളൊക്കെ വളരെ സ്നേഹിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിന്റെ വിധിക്ക് കീഴടങ്ങി നിന്നിലേക്ക് മടങ്ങാണ്. ഇവിടെ ചെയ്തതൊക്കെ വലിയ ദർജയാക്കി കൊടുക്കണേ അല്ലാ. ഖബറിലൊരു പ്രയാസവും നൽകല്ല അല്ലാ. അല്ലാഹുവേ, ഭാര്യ മക്കൾ കുടുംബം നല്ല ക്ഷമ നൽകണേ അല്ലാ. ഭാവി നൽകണേ അല്ലാ. അവരെ ഞങ്ങളെയും ഈ സ്വർഗത്തിൽ ഒന്നിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഇവിടെ പറഞ്ഞ മുഴുവൻ ദീനിന്റെ കാര്യങ്ങൾക്കുള്ള സന്തോഷം ഖബറിൽ സ്വർഗീയ ബഹുമതികളുമാക്കി കൊടുക്കണേ അല്ലാ. ഖബറിൽ ഒരു അദാബും നൽകല്ല അല്ലാ. ഖബറിൽ സ്വർഗീയ പ്രകാശം കൊടുക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രാലങ്കാരങ്ങൾ നൽകണേ അല്ലാ. മരണത്തെയും ഖബറിനെയും മഹ്ശറയെയും സിറാത്തിനെയൊക്കെ വളരെ നല്ല രൂപത്തിൽ സമൂഹത്തിനോട് സംവദിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലാഹുവേ, നീ ആഖിറത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. സിറാത്തിലും മീസാനിലും ഖബറിലും മഹ്ശറയിലും ഒക്കെ വലിയ സ്ഥാനം നൽകണേ അല്ലാ. ഒരു കുറവും നൽകല്ല അല്ലാ. അദ്ദേഹത്തിന്റെ മരണം ഞങ്ങൾക്കൊക്കെ വലിയ പാഠമാണ്. അദ്ദേഹത്തിന് നീ വലിയ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. ഓരോ വാളുകളും ശരിക്കും നിന്നെ പറഞ്ഞ് പേടിപ്പിച്ച വാളുകളാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഈ ഖലാസും തഖ്വയും ഈമാനും ഏറ്റി തരണേ അല്ലാ. അദ്ദേഹത്തിന്റെ വാള് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഒരുങ്ങി തന്നെയാണ് പോകുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളൊക്കെ നന്നാക്കി തരണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ അർശിന്റെ തണല് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. മുത്തുനബിയുടെ ഹൗളുൽ കൗസർ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. നല്ല മരണം നൽകണേ അല്ലാ. നല്ല സമയം, നല്ല സമ്മർദ്ദം, ഒരുപാട് മുഅ്മിനീങ്ങളുടെ ദുആ കൊണ്ടും മയ്യത്ത് നിസ്കാരങ്ങൾ കൊണ്ടൊക്കെ ഞങ്ങൾ അനുഗ്രഹിക്കണേ.